Hello, good evening. Good evening. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തത്. നമ്മൾ ഷോപ്പിംഗ് കാർട്ടിന്റെ ഐക്കൺ ആഡ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ സെർച്ച് ബാറിന്റെ അവിടെയും നമ്മൾ ഐക്കൺ ആഡ് ചെയ്തായിരുന്നു. നമ്മുടെ ലോഗോ ഇവിടെ ഉണ്ട്. ബാനർ തൊട്ട് താഴെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ കൊടുത്ത ആ ഒരു ഡമ്മി കണ്ടന്റ് അവിടെ വരുന്നുണ്ട്. ആസ് സെയിം വി നമുക്ക് ഇവിടെ ഐറ്റംസ് ഇവിടെ ഓരോന്ന് യു ആറിലായിട്ട് ഇമേജ് നമ്മൾ യു ആറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ പിക്ചർ ക്ലിക്ക് ചെയ്താൽ തന്നെ ആ പ്രൊഡക്റ്റിന്റെ പേജിലേക്ക് പോകുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പിക്ചർ, റൈറ്റ് സൈഡിൽ കണ്ടന്റ് എന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്റ്റ് നെയിം, പ്രൈസ്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഫോമാറ്റിലാണ് നമ്മൾ കൊടുത്തത്. then ആഡ് ടു കാർട്ട് ബട്ടണും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ടോട്ടലി സെറ്റ് ചെയ്തിരിക്കുന്നത്. കോഡ് സെറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അത് വരിക. പിന്നെ അതിന്റെ ടൈറ്റിൽ വരുന്നത് ഇച്ചിരി വലിയ പിക്ചർ ആയിക്കോട്ടെ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ വരുന്നുണ്ട്. സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ക്വറിക്ക് പോവാ, നമ്മുടെ കാറ്റഗറിയിലാന്ന് തോന്നുന്നു. കാറ്റഗറിയിൽ ബാനർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാറ്റഗറിക്ക് കൊടുത്ത അതേ വിട്ടുമായിട്ടും വെച്ച് ചെയ്തിട്ടാലും മതി. കോപ്പി ചെയ്തിട്ടുണ്ട്. കാറ്റഗറി ഇമേജ് ഇവിടെയാണ് കൊടുക്കുന്നത് അല്ലേ? ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലേ? റിഫ്രഷ് ചെയ്ത് നോക്കുക. വലിയ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഓക്കെ. ഓക്കെ, ആ പിക്ചർ മാറ്റാം. അത് ഒത്തിരി വലിയ പിക്ചറായി പോയി. ബട്ട് അത് എക്സ്പാൻഡ് സൈസ് അഡ്ജസ്റ്റബിൾ ആവുന്നില്ല. സോ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റൈൽ കൊടുത്തിട്ട് ക്ലാസ് ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ ഓരോ കാറ്റഗറിയിൽ നമുക്ക് എന്താണ് പ്രൊഡക്ട്സിനെ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ദെൻ അതേപോലെ നമുക്ക് നമ്മൾ പേജിനേറ്ററും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഹോമിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ഹോം ഇതിനെ നമ്മൾ വർക്കിംഗ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? സോ നേരത്തെ ഹോമിന് പകരം ഈ ഒരു ഹോമിനെയും കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യുക, യു ആറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ആ യു ആറിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഹോമിൻ്റെ ഒന്നില്ലെങ്കിൽ ഹോൾ കാറ്റയ്ക്ക് കൊടുക്കുക. ആ ഒരു സെയിം യു ആറിൽ എച്ച് എഫ് ആയിട്ട് ആഡ് ചെയ്താലും മതി. ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മാനുവലി ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ പേജിനേറ്ററിൻ്റെ കേസായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? സോ പേജിനേറ്ററിൻ്റെ കേസിൽ വരുമ്പോൾ ഐറ്റംസ് ആഡ് ചെയ്ത് നോക്കുക. പി ജി നമ്മൾ 20 ആണ് അല്ലേ പ്രൊഡക്ട്സ് കൗണ്ട് കൊടുത്തിരുന്നത്. ഞാൻ അത് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കംപ്ലീറ്റ്ലി കൊടുക്കുന്നത് അത്ര ഈസി അല്ലാത്തത് കൊണ്ട്. ഇതിലാണ് വ്യൂസ്. യെസ്, ഇവിടെ നമ്മൾ പേജിനേറ്ററിൻ്റെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. പ്രൊഡക്റ്റ് ലിസ്റ്റ് 6 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? സോ ആ ഇമേജസ് എങ്കിലും മിനിമം നമ്മൾ ആഡ് ചെയ്തിരിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സും കൂടി ആഡ് ചെയ്യാം. സോ ഓൾ പ്രൊഡക്ട്സിലേക്ക് പോകുന്നുണ്ട്. എന്താണ് 1 2 3 4 4 പിക്ചേഴ്സ് ആണുള്ളത്. രണ്ടെണ്ണം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് അഡ്മിൻ്റെ ലോഗിൻ ചെയ്യാം. അഡ്മിൻ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 ലോഗിൻ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ട്സ് രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യാം.
ടെക്സ്റ്റ് കണ്ടന്റും കൂടി ജസ്റ്റ് കുറച്ച് ടെക്സ്റ്റ് കണ്ടന്റ് യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. തൽക്കാലത്തിൽ ഞാൻ ബ്ലാക്ക് ഗ്രേപ്സ് മാത്രമാണ് കൊടുക്കുന്നത്. പ്രൈസ് ഒരു 45 കൊടുക്കുന്നുണ്ട്. കാറ്റഗറി ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ചൂസ് ചെയ്യാം. ഡൗൺലോഡ്സ് ഗ്രേപ്പ് കൊടുക്കുന്നുണ്ട്. സോ ഓപ്പൺ ചെയ്യാം. സ്റ്റോക്ക് ഒരു 35 കൊടുക്കുന്നുണ്ട്. അവൈലബിൾ ആണ്. ദെൻ സേവ് ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് 2 പ്രൊഡക്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പേജിനേറ്റർ വർക്കിംഗ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നെക്സ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പോകുന്നുണ്ട്. ആപ്പിൾ പ്രൊഡക്ട്സ് ആണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു കണ്ടന്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ആഡ് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോപ്പി ആയില്ലായിരുന്നു. കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. പ്രൈസ് 50 കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഇമേജ് ചൂസ് ചെയ്യാം. സേവ് കൊടുക്കാം. സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ആഡ് ചെയ്യാനുണ്ട്. പോളി സെർച്ച് ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്തിട്ടുണ്ട്. കാറ്റഗറി വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇമേജ് സേവ് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യാം. എനിക്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ 10 കൊടുക്കുന്നുണ്ട് കൗണ്ട്. ദെൻ സേവ് കൊടുക്കാം. സോ 7 ഐറ്റംസ് നമ്മളോട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം നമ്മുടെ ഹോം പേജ്. 1 2 3 4 5 6 കണ്ടോ, സെക്കൻഡ് പേജിലേക്ക് പോയി. ഒരു ഐറ്റം എക്സ്ട്രാ ഉള്ളത് കൊണ്ട് നെക്സ്റ്റ് ഐറ്റം എന്ത് പോയി, സെക്കൻഡ് പേജിലേക്ക് പോയി. ഇനി ബാക്ക് ടു നമുക്ക് ഫസ്റ്റ് പേജിലേക്ക് പോകണമെങ്കിൽ എന്ത് ക്ലിക്ക് ചെയ്താൽ മതി, 1 ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇതേപോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ പേജിനേറ്റർ യൂസ് ചെയ്യാം. ഇതിപ്പോൾ നെക്സ്റ്റ് ആയിട്ടാണല്ലോ വരുന്നത്. സോ അത് നിങ്ങൾ ആ ഒരു ക്വറിയിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി. സോ ഇവിടെയല്ല, വ്യൂവിലല്ല, കാറ്റഗറി .html പേജിനേറ്റർ കണ്ടീഷൻ കൊടുത്ത കറക്റ്റാണ്. പ്രൊഡക്റ്റിൻ്റെ 4IN
ഓക്കെ, അടിപൊളി, തെറ്റിപ്പോയി. ഓക്കെ, ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ദെൻ ടെക്സ്റ്റ് സെൻറ്റർ മിനിമം വിഡ്ത്ത് നമ്മൾ കൊടുത്തത് 18 mm ആയിരുന്നു. ഓക്കെ, അത് നമുക്ക് സ്റ്റൈലിങ്ങിൽ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. ഐ തിങ്ക് കോൾ 12. പോവാ, റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഗ്രിഡിൻ്റെ സ്റ്റൈലിങ് നോക്കിയിട്ട് ഒന്ന് കമ്പയർ ചെയ്യേണ്ടി വരും നമ്മൾ. സോ ഇവിടെ ഇപ്പോൾ ബൂട്ട് സ്ട്രാപ്പിലേക്ക് പോവാം. ബൂട്ട് സ്ട്രാപ്പ് പോവാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റൈലായിട്ട് തന്നെ പറഞ്ഞാൽ ആഡ് ചെയ്യേണ്ടി വരും. പ്രൊഡക്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാർഡ് ഇമേജിന് വേണമെങ്കിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ ചെയ്താൽ ഇഷ്യൂസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡോക്സിലേക്ക് പോവുക, താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഗ്രിഡ് കാണാം, അത് ലേ ഔട്ടിൽ ഗ്രിഡ് കാണാം. സോ ഗ്രിഡിൻ്റെ സ്റ്റൈലിങ് യൂസ് ചെയ്താലും മതി. കണ്ടെയ്നർ ടെക്സ്റ്റ് റോ കോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ കോളായിട്ട് തന്നെ ക്ലാസ് കൊടുത്താൽ അത് റെഡി ആവും കേട്ടോ. ഡിപ്പിന് സോ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ക്ലാസ് കാർഡ് ഇത് കൊടുത്തിട്ടുണ്ട്. റിഫ്രഷ് ചെയ്ത് നോക്കാം. ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ബാക്ക് ടു അവർ ക്വറി. കോളിന് കോൾ 9 ആണ് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ അലൈൻമെൻ്റ് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു കണ്ടെയ്നർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ക്ലാസ് ഇത് കൊടുക്കുന്നുണ്ട്, കണ്ടെയ്നർ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇവിടെ റോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. റോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ മൈ ബോട്ടം മാർജിൻ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റൈലിംഗ് ഒന്ന് മാറ്റി പിടിക്കാമെങ്കിൽ പിടിക്കാം കേട്ടോ. ഒത്തിരി ലെങ്തി കൊടുക്കണേക്കാളും ഭേദം ഷോർട്ടായിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇതെടുക്കുക, കോൾ MD-4 കൊടുക്കുന്നുണ്ട്. ദെൻ MB-4 കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ അതേപോലെ ഇവിടെ ടെക്സ്റ്റ് സെൻറ്റർ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പുള്ളതിനെ എന്താക്കുന്നുണ്ട്, കാർഡ് H-100 കൊടുക്കുന്നുണ്ട്. ദെൻ ടെക്സ്റ്റ് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ IMG-SRC കാര്യങ്ങളൊക്കെ കാർഡ് ഇമേജ് ടോപ്പ് കൊടുത്താൽ മതി. ഇമേജിനൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള, ക്ലാസ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഫൈൻ. കാർഡ് ബോഡി ആയിട്ട് പാരഗ്രാഫ് കണ്ടന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാർഡ് ടൈറ്റിൽ ആയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കാർഡ് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇതിനൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം.
ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രക്ചർ ഒന്ന് ചേഞ്ച് ആക്കി ഉണ്ടാക്കി. കാർഡ് നമ്മൾ ജസ്റ്റ് ബൂട്ട് സ്ട്രാപ്പ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ ഗ്രിഡിൽ എങ്ങനെയൊക്കെയാണ് സ്റ്റൈലിംഗ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് റെഡി ആക്കുന്നുണ്ടാവും. എസ് എം, XS, MD അതേപോലെ ഓരോ സ്റ്റൈലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര ലെങ്ത് ആണ് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. സോ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ 1 by 1 ആയിട്ട് 6 ഐറ്റംസ് ഒരു പേജിലും ബാക്കി ഐറ്റംസിനെ നെക്സ്റ്റ് പേജിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ട്സ് പേജിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതാണ് കാറ്റഗറി ചേഞ്ച് ആവുന്നതിനനുസരിച്ച്, URL ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു കണ്ടന്റും കൂടി ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. MB-4 ആണ് നമുക്ക് ആ ഒരു റോസ് തമ്മിലുള്ള സ്പേസിങ് ആഡ് ചെയ്യാനും, അതേപോലെ തന്നെ കോൾ MD-4 ആണ് 3 പ്രൊഡക്ട്സ് പെർ റോ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതൊന്ന് നോക്കി വയ്ക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മളിന്ന് പുതിയതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത് ഈ ഷോപ്പിംഗിൻ്റെ ഓൾമോസ്റ്റ് ഈ ഹോമിന് നമ്മൾ ഐക്കൺ ആഡ് ചെയ്താൽ മതി. സോ ഇത് സെയിം ആയിട്ട് നമ്മൾ ഓൾ പ്രൊഡക്ട്സിലല്ല കാറ്റഗറിയിൽ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഒരു കാറ്റഗറി എടുക്കുകയെന്ന് വിചാരിച്ചു. ഇവിടെ കളക്ഷൻസിൽ കൊടുത്തിട്ടില്ലേ ഹോം പേജിലേക്കുള്ളത്, ആ ഒരു സെയിം URL തന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ടാഗ് ആയിട്ട്. നമ്മൾ ഈ സെർച്ചിനെ എങ്ങനെ റെഡിയാക്കാമെന്നാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മുടെ ഹോം പേജ് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പേജിനേറ്റർ യൂസ് ചെയ്തു. എന്താണ് ഒരു പേജിൽ ഇത്ര ഐറ്റംസ് മതി എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് വ്യൂ പേജിലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. എത്ര പ്രൊഡക്റ്റ് കൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോവാം, models.py അല്ല, സോറി, views.py പോവുക. അവിടെ ആണോ പേജിനേറ്ററിൻ്റെ ഇവിടെ വരുമ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് 6 എന്ന് പറയുന്ന കൗണ്ട് കൊടുത്തിട്ടുണ്ട്. സോ മറ്റേ ഒരു പേജിൽ എന്താണ് നമുക്ക് 6 പ്രൊഡക്റ്റ് മതി എന്നുള്ളൊരു കൗണ്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റംസിന് ആഡ് ചെയ്യണമെങ്കിൽ, ഒരു പേജിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഇതൊക്കെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തായിരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, സെർച്ചിൻ്റെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സെർച്ച് എന്ന് പറയുമ്പോൾ അവിടെ 2 ഐക്കൺസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ് അല്ലേ, കാർട്ടും സെർച്ചും. സോ നമ്മുടെ ബെറ്റർ ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ നമുക്ക് ക്വറീസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ബെറ്റർ ഈ സെർച്ച് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു ആപ്പാക്കി ക്രിയേറ്റ് ചെയ്യുന്നതും, അതേപോലെ കാർട്ടിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, സെർച്ച് ഐക്കൺ നമ്മൾ ആഡ് ചെയ്തു, സെർച്ച് ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ആപ്പ് അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. മെയിൻലി കൺഫ്യൂഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സെർച്ചിൻ്റെ കോഡ് ആഡ് ചെയ്യുവാണ്. അതേപോലെ തന്നെ ഇപ്പം തന്നെ നമുക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്, ലൈക്ക് ക്വറീസ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഒത്തിരി ലൈൻ ഓഫ് ക്വറീസ് ആയാലോ നമുക്കത് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി പോകും അല്ലേ. സോ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെർച്ചിനും അതേപോലെ തന്നെ ഈ കാർട്ടിനും, ഈ സെർച്ച് ഐക്കണിനും അതേപോലെ തന്നെ കാർട്ടിനും നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ അത് ഒരുമിച്ച് വരുന്ന ബുദ്ധിമുട്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ സെർച്ചിൻ്റെ ഇഷ്യൂസ് വരുവാണെങ്കിൽ നേരെ സെർച്ചിൻ്റെ ആപ്പിൽ പോയി നോക്കിയാൽ മതി. അതേപോലെ കാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് ആ കാർട്ടിൻ്റെ ആപ്പിൽ നോക്കേണ്ടതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സോ എന്താണ് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടും നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഡിഫറെൻറ്റ് ആപ്സ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, ഈ സെർച്ചിനെയും അതേപോലെ തന്നെ കാർട്ടിനെയും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങോട്ട് പോവാ, ബാക്ക് ടു അവർ ടെർമിനൽ. ഇവിടെ ബ്രേക്ക് കൊടുക്കുക, എന്ത് കൊടുക്കുക, പൈത്തൺ manage.py. റൺ സെർവർ അല്ല, നമ്മൾ പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ സ്റ്റാർട്ട് ആപ്പ് കൊടുക്കുക. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആപ്പിൻ്റെ നെയിം സെർച്ച് ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആപ്പിൻ്റെ നെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റർ അടിക്കുക. സോ കുറച്ച് ഒരു ഫോൾഡറൊക്കെ അവിടെ ക്രിയേറ്റ് ആവുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, കണ്ടോ, സെർച്ച് ആപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നമുക്ക് പാത്ത് ആഡ് ചെയ്യണം അല്ലേ. സോ urls.py, അതായത് പ്രൊജക്റ്റിൻ്റെ urls.pyയിൽ ഈ ഒരു ആപ്പിനെയും കൂടി നമുക്കിനി ആഡ് ചെയ്യാനുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ലൈനിൽ പാത്ത് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ കൊടുക്കുക, സെർച്ച് ആപ്പ് സ്ലാഷ് കൊടുക്കുക, കോമ. നമ്മൾ ആപ്പിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ആണ് യൂസ് ചെയ്യുക. സോ
ഇൻക്ലൂഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് ചെയ്യുക, ആപ്പിൻ്റെ നെയിം എന്താണ്, സെർച്ച് ആപ്പ് ഡോട്ട് യു ആർ എൽസ് കൊടുക്കുക. സോ യു ആർ എൽസ് നമുക്ക് ഇതിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ചെയ്യണം, അത് മറക്കരുത്. ആപ്പിൻ്റെ നെയിം ഡോട്ട് യു ആർ എൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ യു ആർ എൽസ് ഡോട്ട് പി വൈ ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, സെറ്റിംഗ്സ് ഡോട്ട് പി വൈയിൽ പ്രൊജക്റ്റിൻ്റെ തന്നെ ഫോൾഡറിൽ ഇത് കൊടുക്കുക. സെറ്റിംഗ്സ് ഡോട്ട് പി വൈയിലും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആപ്പിൻ്റെ നെയിം ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ ഷോപ്പ് ആഡ് ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ലൈനിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, സെർച്ച് ആപ്പ്. ഓക്കെ, അത് ആഡ് ചെയ്യാൻ മറക്കരുത്. സോ പ്രൊജക്റ്റിൻ്റെ യു ആർ എൽസിൽ നമ്മൾ ആപ്പിൻ്റെ നെയിം ആഡ് ചെയ്തു. അതേപോലെ തന്നെ സെറ്റിംഗ്സ് ഡോട്ട് പി വൈയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻസ്റ്റാൾഡ് ആപ്സിൻ്റെ ഉള്ളിലാണ് ആഡ് ചെയ്തത്. അത് കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. then ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്, യു ആർ എൽസ് ഒക്കെ ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്താണ്, നാവ് ബാറിൽ ഒരു ആക്ഷൻ കൂടി സെറ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ആഡ് ചെയ്യാം. അതിന് മുമ്പായിട്ട് സെർച്ച് ആപ്പിൽ നമ്മൾ യു ആർ എൽസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, യു ആർ എൽസ് ഡോട്ട് പി വൈ. ഓക്കെ, ബിക്കോസ് നമ്മൾ അതിലേക്കല്ലേ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നാവ് ബാറിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. സോ നാവ് ഡോട്ട് എച്ച് ടി എം എല്ലിലേക്ക് പോകുന്നുണ്ട്, നാവ് ബാർ ഡോട്ട് എച്ച് ടി എം എൽ എടുക്കുക. ദെൻ അതിൽ ആ ഒരു സെർച്ചിൻ്റെ ഓപ്ഷൻ എവിടെയാണ് വരുന്നതെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഇവിടെയാണ് തോന്നുന്നു. ഫോം ക്ലാസ് വരുന്നുണ്ട്. ദെൻ ആക്ഷൻ നമുക്കിപ്പോൾ എം ടി ആയിട്ട് കൊടുക്കാം. മെത്തേഡ് ഗെറ്റ് കൊടുക്കണം ഫോമിന്. അത്രയും കാര്യങ്ങളൊന്ന് ആഡ് ചെയ്യുക. സോ ആക്ഷൻ ഈക്വൽസ് എം ടി ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ മെത്തേഡ് ഗെറ്റ് കൊടുക്കുക. ദെൻ ആ ഫോമിൻ്റെ ഉള്ളിൽ ഒരു CSRF ടോക്കണും കൂടി കൊടുക്കുക. സോ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ CSRF ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഒരു കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ മതി കേട്ടോ. സോ CSRF ടോക്കൺ കൊടുത്തിട്ടുണ്ട് ഫോമിൻ്റെ ഉള്ളിൽ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ഫോമിൻ്റെ ക്ലാസ് നമ്മൾ റോളൊന്നും മാറ്റുന്നില്ല. ആക്ഷൻ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, മെത്തേഡ് മാത്രം നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് മെത്തേഡ് ആക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വ്യൂ ക്രിയേറ്റ് ചെയ്യണം. സോ വ്യൂ ഡോട്ട് പി വൈയിലേക്ക് പോവാം. പുതിയ ആപ്പിൻ്റെ ബാക്കി ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട് തൽക്കാലത്തേക്ക്. കാറ്റഗറി ഡോട്ട് എച്ച് ടി എം എല്ലും വ്യൂസ് ഡോട്ട് പി വൈയിലും യു ആർ എസ് പ്രൊഡക്റ്റ്. ഓക്കെ, ദെൻ നമ്മൾ സെർച്ച് ആപ്പാണ് ഇനി നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ സെർച്ച് ആപ്പിൻ്റെ വ്യൂസ് ഡോട്ട് പി വൈ എടുക്കുക. ഇതിൽ നമുക്കിനി എന്ത് ചെയ്യാം, പുതിയൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൊഡക്റ്റിന് ആക്സസ് ചെയ്യാനുണ്ട്. സോ ഫ്രം ഷോപ്പ് ഡോട്ട് മോഡൽസ്, ഷോപ്പിൻ്റെ മോഡൽസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊഡക്റ്റിനെ ആക്സസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ട് പ്രൊഡക്റ്റ് കൊടുക്കണം. അതേപോലെ തന്നെ ഫ്രം Django dot, okay, next line let, okay, from Django dot db dot models import q കൊടുത്തിട്ടുണ്ട്. q എന്ന് പറയുന്നത് ആ ക്വറി റിലേറ്റഡ് തിങ്സിനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ q എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെർച്ചിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഡെഫ് എന്ത് കൊടുക്കുക, സെർച്ച് റിസൾട്ട്, സെർച്ച് റിസൾട്ട് വരണം. സോ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ്, ദെൻ അത് കഴിഞ്ഞ ശേഷം കോളൻ, നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, പ്രൊഡക്ട്സ്, പ്രൊഡക്ട്സ് ഈക്വൽസ് നൺ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ക്വറി, ക്വറി ഈക്വൽസ് നൺ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ഇഫ്, ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ ഇഫ് എന്ത് കൊടുക്കുക, ക്യൂ, in request dot get, ക്യൂ എന്ന് പറയുന്നത് എന്താ ചെയ്യാൻ, ഗെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വറി കൊടുക്കണം. സോ ക്വറി ഈക്വൽസ് റിക്വസ്റ്റ് ഡോട്ട് കൊടുക്കുക
ഗെറ്റ് ക്യൂ കൊടുത്തിട്ടുണ്ട്. സോ ക്യൂ ഗെറ്റ് ചെയ്തെടുക്കുന്ന കൊടുക്കുന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ക്വറി എന്താണോ അത് ഗെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ക്വറി പ്രൊഡക്ട്സിൽ നിന്ന് എടുക്കണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് ഈക്വൽസ് എന്ത് കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്ട്സ് ഡോട്ട് ഒബ്ജക്ട് പ്രൊഡക്റ്റ് ഡോട്ട് എന്താണ് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്തെടുക്കണം ക്യൂവിന്റെ ബേസ് ചെയ്തിട്ട്. ദെൻ നെയിം ഐക്കൺസ് ഈക്വൽസ് ക്വറി കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ക്യൂ ഓഫ് നെയിം ഐ കണ്ടെയ്ൻസ് ഈക്വൽസ് ക്വറി മീൻസ് ആ നെയിമില് ആ ക്വറി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ ആ ക്വറി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഐറ്റത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം എന്ത് കൊടുക്കുക, റിട്ടേൺ കൊടുക്കുക. റിട്ടേൺ റെൻഡർ എന്താണ് ഈ ഒരു ഐറ്റത്തിനെ റെൻഡർ ചെയ്ത് നമുക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ വേണം. ഏത് പേജിക്കാണ്, സെർച്ച് പേജിക്കാണ് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. സോ റിക്വസ്റ്റ് കോമ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ സെർച്ച് ഡോട്ട് HTML എന്ന് പറയുന്ന പേജ് കൊടുക്കുന്നുണ്ട്. ദെൻ എന്ത് കൊടുക്കുക, സെർച്ച് ഡോട്ട് HTML കൊടുത്തിട്ടുണ്ട്. കോമ കേർലി ബ്രാക്കറ്റ്സിൽ ആ ക്വറിയും പ്രൊഡക്ട്സും നമുക്ക് പാസ് ചെയ്യണം. സോ സിംഗിൾ കോട്ട്സിൽ ക്വറി കോളൻ നമ്മുടെ വേരിയബിൾ ക്വറി കോമ നെക്സ്റ്റ് എന്താണ് പ്രൊഡക്ട്സ് പാസ് ചെയ്യണം അല്ലേ. സോ പ്രൊഡക്ട്സ് കോളൻ എന്ത് കൊടുക്കുക, പ്രൊഡക്ട്സ് കൊടുക്കുക. സോ ഇത്രയാണ് നമ്മൾ വ്യൂ ആയിട്ട് കൊടുക്കുന്ന ക്യൂ. നമ്മൾ ആ പാസ് ചെയ്യുന്ന ആ ക്വറി ബേസ് ചെയ്തിട്ട് എന്ത് നടക്കണം, സെർച്ചിങ് നടക്കണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, സെർച്ച് ഡോട്ട് HTML നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യാനുണ്ട്. സോ എന്ത് ചെയ്യുക, പുതിയൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ടെംപ്ലേറ്റ്സിൽ സെർച്ച് ഡോട്ട് HTML കൊടുക്കുക, അടിക്കാം. സെർച്ച് ഡോട്ട് HTML ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ്ലി മാനുവലി കൊടുക്കണേക്കാളും ഭേദം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറി ഡോട്ട് HTML തന്നെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. സോ ടോപ്പ് പോർഷനിലേക്ക് പോവുക, അതിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ വരെയുള്ള പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടോപ്പിക്ക് പോവുക, യെസ് കോപ്പി ചെയ്യാം. സെർച്ച് പേജിലേക്ക് പോവുക, പേസ്റ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇഫ് എൽസ് ബ്ലോക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഫ് എൽസിന്റെ ആവശ്യമൊന്നുമില്ല. അത് മൊത്തത്തിൽ അങ്ങ് കളയാം. ദെൻ എന്ത് കൊടുക്കുക, we have variety of products. ഇഷ്ടമുള്ള കണ്ടന്റ് കൊടുക്കാം കേട്ടോ, അതൊന്നും ഇഷ്യൂസ് ഇല്ല, മെറ്റാ ഡിസ്ക്രിപ്ഷൻ അല്ലേ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കാം, നമുക്ക് ബ്ലോക്ക് ടൈറ്റിൽ കൊടുക്കാനുണ്ട്. സോ ബ്ലോക്ക് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സെർച്ച് മാത്രം കൊടുത്താലും മതി. സെർച്ച് കൊടുത്തിട്ടുണ്ട്, എൻഡ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് കണ്ടന്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ബ്ലോക്ക് കണ്ടന്റ് എന്താണ് കൊടുക്കുന്നത്, ഒരു ഡിവ് ടാഗ് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുക, ഡിവ് ടാഗിൻ്റെ ഉള്ളിൽ ഒരു പി ടാഗ് കൊടുക്കുന്നുണ്ട്. പിക്ക് ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്, സ്പേസ് ക്ലാസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ടെക്സ്റ്റ് സെന്റർ. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൈ സെർച്ച് ടെക്സ്റ്റ് ഉണ്ട്, ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, മൈ സെർച്ച് ടെക്സ്റ്റ് അല്ല ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ പി ടാഗ് ക്ലോസ് ചെയ്യുന്നുണ്ട്, ഡിവ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ കർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജിൽ എൻഡ് ബ്ലോക്ക് കൊടുക്കുക. എൻഡ് ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ മൈ സെർച്ച് ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു സ്റ്റൈല് നമുക്ക് ഇനി ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഈ മൈ സെർച്ച് ടെക്സ്റ്റ് എന്നുള്ളത് ഏതാണ്, കസ്റ്റം ഡോട്ട് CSS നമുക്ക് ആഡ് ഓൺ ചെയ്യാം. സോ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഡോട്ട് മൈ അണ്ടർസ്കോർ സെർച്ച് അണ്ടർസ്കോർ ടെക്സ്റ്റ് കർലി ബ്രാക്കറ്റ്സ്. നെക്സ്റ്റ് ലൈനിൽ
സ്റ്റൈലിംഗ് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ പാഡിങ് ടോപ്പ് കൊടുക്കുന്നുണ്ട്, ഒരു 20px കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ സെർച്ച് HTML ഓപ്പൺ ചെയ്യുക. അതിൽ ഈ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടന്റ് കൊടുത്തിട്ടില്ലല്ലോ, സോ കണ്ടന്റ് ആഡ് ചെയ്യുക. സോ യു ഹാവ് സെർച്ച്ഡ് ഫോർ, എന്താ സെർച്ച് ചെയ്തെന്നുള്ളത് കൊടുക്കണ്ടേ. സോ ഒരു ബി ടാഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ക്വറി എന്താണോ സെർച്ച് ചെയ്തത് ആ ക്വറി നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ക്വറി ആയിട്ട് തന്നെ. ദെൻ എന്താ ചെയ്യണ്ടേ, കാറ്റഗറി .html പോവുക. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ആ ഒരു ഡിവ് ടാഗ് ഉണ്ടല്ലോ, ആ ഫോർ ലൂപ്പ് ഒക്കെ അടങ്ങുന്ന ആ ഒരു ഡിവ് ടാഗ് ക്ലാസ് കണ്ടെയ്നറിലുള്ളത്, ഇത് കംപ്ലീറ്റ്ലി അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ ഒന്നല്ല, ഡിവ് ടാഗ് സ്റ്റാർട്ട് ചെയ്യും, ടൈറ്റിലൊക്കെ കഴിഞ്ഞ് ബ്ലോഗ് കണ്ടന്റിൻ്റെ ഉള്ളിൽ ഒരു ഡിവ് ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടെയ്നർ വെച്ചിട്ടുള്ളത്. ഇത് ടൈറ്റിൽ സ്ക്രോൾ ചെയ്യുക അൺടിൽ ആ ഒരു രണ്ട് ഫോർ വരെയും എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. രണ്ട് ഫോർ കഴിഞ്ഞിട്ട് ഓക്കെ, നമുക്ക് എൻ്റെ ഫോർ വരെ മതി. ദെൻ കോപ്പി ചെയ്യാം, ബാക്ക് ടു search.html. ഇവിടെ ഈ ഒരു ഡിവ് ടാഗ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ പേസ്റ്റ് ചെയ്യുക. മുകളിലേക്ക് നോക്കുക, ചെക്ക് ചെയ്യുക. ഡിവ് കണ്ടെയ്നർ റോ പ്രൊഡക്ട്സിനെ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ എന്താണ് എല്ലാം ഈ ഒരു ക്ലാസ് കണ്ടെയ്നർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. സോ അതിൻ്റെ ഒരു ഡിവ് ടാഗും കൂടി ഇവിടെ യൂസ് ചെയ്യാനുണ്ട്. ഐ തിങ്ക് 2 ഡിവ് ടാഗ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഡിവിൻ്റെ ക്ലോസിങ് അവിടെ തന്നെ വന്നിട്ടുണ്ട്, ഈ ഡിവ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഈ ഡിവിൻ്റെ ക്ലോസിങ് വന്നിട്ടുണ്ട്. 2 ഡിവിൻ്റെ ക്ലോസിങ് പെൻഡിങ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്പേസ് അടിക്കുക, ആംഗിൾ ബ്രാക്കറ്റ് സ്ലാഷ് കൊടുക്കുക. സോ 2 ഡിവും നമ്മളവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്ത് കൊടുക്കുക, നമുക്കിനി എം ടി ആണെങ്കിൽ, ആ ഒരു കണ്ടന്റ് എം ടി ആണെങ്കിൽ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫോർ കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, കേർലി ബ്രാക്കറ്റ്സ് %, എം ടി കൊടുക്കുക. എം ടി ആണെങ്കിൽ, ഇനിയിപ്പോൾ സെർച്ച് കൊടുത്ത കണ്ടന്റ് എം ടി ആണെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം, അതിനും ഒരു ഡിവ് ടാഗ് കൊടുക്കുക. എന്ത് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഒരു പി ടാഗ് കൊടുക്കുന്നുണ്ട്. ഡിവിന് ക്ലാസ് ആയിട്ട് ക്ലാസ് കൊടുക്കുക. mx ഓട്ടോ റോ mx ഓട്ടോ കൊടുക്കുന്നുണ്ട്. ദെൻ പി ടാഗിൻ്റെ ഉള്ളിൽ ക്ലാസ് കൊടുക്കുക. സോ ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ മൈ സെർച്ച് ടെക്സ്റ്റ് കൊടുക്കുക. കണ്ടന്റ് ആയിട്ട് 0 റിസൾട്ട്സ് ഫൗണ്ട്, ഇതാണ് നമ്മൾ പി ടാഗിൽ കൊടുക്കുന്നത്. ദെൻ ഇതെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫോർ ലൂപ്പ് എം ടി ചെയ്യാം. പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ആ 2 ഡിവ് ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ കംപ്ലീറ്റ്ലി search.html നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ആ കൂടി കൊടുത്തത് ആ ഫോർ ലൂപ്പ് അങ്ങനെ തന്നെ കോപ്പി, ഈ ഒരു ഡിവ് ടാഗ് കണ്ടെയ്നർ തൊട്ടുള്ള ഡിവ് ടാഗ് കോപ്പി ചെയ്തിട്ടുണ്ട്. അവിടെ ആ കൂടി ആഡ് ചെയ്ത് ഈ എം ടി എന്ന് പറയുന്ന പോർഷനാണ്. സപ്പോസ് നമ്മൾ സെർച്ച് ചെയ്ത ആ ഒരു കണ്ടന്റ് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് 0 റിസൾട്ട് ഫൗണ്ട് എന്നുള്ളൊരു കണ്ടന്റ് പാസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ദെൻ ഫോർ ലൂപ്പ് എൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ട എന്താണ്, നമ്മൾ CSS ആഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വ്യൂസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ ലൂപ്പിന്റെ കണ്ടീഷൻ കറക്റ്റ് അല്ലെന്നുള്ളൂ. ഫോർ ഒബ്ജക്റ്റ് ലിസ്റ്റ് അല്ല, പ്രൊഡക്ട്സ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്താണ് URLs.py നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൽ കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല.
സോ അതിൽ നമുക്ക് കണ്ടന്റ് കൊടുക്കാം. ബിക്കോസ് URL കണക്ട് ചെയ്താലല്ലേ ബാക്കി എൻ്റെ സ്ട്രക്ചർ വരുള്ളൂ. സോ ഇവിടെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക ഫ്രം django.urls import എന്ന് കൊടുക്കുക, പാത്ത് കൊടുക്കുക, ദെൻ വ്യൂസ് ഇമ്പോർട്ട് ചെയ്യുക. അതിന് ശേഷം ആപ്പ് നെയിം കൊടുക്കണം. സോ ആപ്പ് അണ്ടർസ്കോർ നെയിം ഈക്വൽസ് സെർച്ച് ആപ്പ് കൊടുക്കുക, URLs പാറ്റേൺ, URLs പാറ്റേണിൻ്റെ ഉള്ളിൽ നമ്മൾ പാത്ത് ആഡ് ചെയ്യുക. സോ പാത്ത് ഫങ്ഷൻ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കോമ എന്ത് കൊടുക്കുക, വ്യൂസ് ഡോട്ട് എന്താണ് നമ്മൾ സെർച്ച് റിസൾട്ട് കൊടുത്തത് എങ്ങനെയായിരുന്നു, നെയിം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. സെർച്ചിൻ്റെ എസ് ലോവർ കേസ് ആയിരുന്നു. സോ അതേപോലെ തന്നെ കൊടുക്കുക കേട്ടോ. URLസിൽ സെർച്ച് റിസൾട്ട് കോമ നെയിം ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക സെർച്ച് റിസൾട്ട്. ഓക്കെ, സോ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. URLs സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെയിം ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന നെയിം എസ് അപ്പർ കേസ് കൊടുക്കുന്ന തൽക്കാലം. സോ ഈ ഒരു നെയിം എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കാം. നമുക്കത് ആവശ്യമുണ്ട്. നമുക്കത് കണക്ട് ചെയ്യേണ്ടതല്ലേ. ദെൻ now.html പോവുക, nowbar.html പോവുക, nowbar.html പോവുക. ദെൻ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫോമിൻ്റെ ആക്ഷനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഫോം ആക്ഷൻ്റെ ഉള്ളിൽ നമുക്കത് ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്ത് ചെയ്യുക, കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ URL സ്പേസ് സിംഗിൾ കോട്ട്സിലെ ആപ്പിൻ്റെ നെയിം സെർച്ച് അണ്ടർസ്കോർ ആപ്പ് കോളൻ ആ നെയിം പേസ്റ്റ് ചെയ്യുക. അതായത് ആ ഒരു URL നമ്മൾ കൊടുത്ത ആ ഒരു നെയിം ഉണ്ടല്ലോ. ദെൻ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എറർ വന്നിട്ടുണ്ട്. എന്താണ് എറർ നോക്കണം. മൊഡ്യൂൾ ഒബ്ജക്റ്റീവ്സ് നോട്ട് ഐട്രബിൾ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബ്രൗസറിൽ എന്താണ് റിഫ്ലക്ട് ചെയ്തെന്ന് നോക്കാം. റിഫ്രഷ് ചെയ്യാം. വരും. ഓക്കെ, ചെറിയ ലോഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എറർ മാത്രം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സോ എക്സെപ്ഷൻ ഓക്കെ, ലൈൻ നമ്പർ 7 റിസോൾവറിലാണ് കാണിക്കുന്നത്. മൊഡ്യൂൾ നോട്ട് ഐട്രബിൾ എന്നാണ് കാണിക്കുന്നുണ്ട്. സെർച്ച് ആപ്പ് നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെക്ക് മെത്തേഡ് URL patterns variable valid pattern in this format. Okay, cost increased. URL patterns ഇല്ല, സെർച്ചിൻ്റെ urls.py ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സെർച്ചിൻ്റെ urls.py. ഓക്കെ, ബാർല നെയിം കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഓക്കെ, സെർച്ച് ആപ്പ് കൊടുത്തിട്ടുണ്ട്. സെർച്ച് ആപ്പിൽ പെർസെൻറ്റേജിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഈ പേജിൻ്റെ ടോപ്പ്. ഓക്കെ, ബാറിൽ ഒന്നും കൂടി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കുക. സെയിം എറർ തന്നെയാണോ നോക്കാം. ഓക്കെ, URL പാറ്റേൺസിൽ തന്നെയാണ് ഇഷ്യൂ കാണിക്കുന്നത്. നമ്മൾ URLs കൊടുത്തതിൽ എവിടെയോ എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട്. URL പാറ്റേൺസ് പാത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഫോം ഇട്ടിട്ടുണ്ടായില്ല. Okay, web patterns valid with patterns in the field. Okay, so ചാപ്പ് കറക്റ്റ് ആണ്.
നാവ് ബാറിലും സെർച്ച്. ഓക്കെ, നാവ് ബാറിൽ കാറ്റഗറി അല്ല, സെർച്ച് ആപ്പ് കോളം സെർച്ച് റിസൾട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. യു ആർ എൽ കറക്റ്റ് ആണ്. ഇനി പ്രൊജക്റ്റിൻ്റെ യു ആർ എല്ലും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന്. ആപ്പ് നെയിം, പ്രൊജക്റ്റിൻ്റെ യു ആർ എൽ, ഇത് ഷോപ്പിൻ്റെ യു ആർ എൽസ് ആണ്. സോ പ്രൊജക്റ്റിൻ്റെ യു ആർ എൽസിൽ പോവുക, സെർച്ച് ആപ്പ് സ്ലാഷ് സെർച്ച് ആപ്പ് ഡോട്ട് യു ആർ കൊടുത്തിട്ടുണ്ട്. സെർച്ച് ആപ്പിൻ്റെ നെയിമൊക്കെ കറക്റ്റ് ആണ്. സെർച്ച് ആപ്പ് യു ആർ എൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ യു ആർ എൽസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വാലിഡ് ഫയർ പാറ്റേൺസ് ആണ് കാണിക്കുന്നത്. ഫോമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, പാറ്റേൺസ് കറക്റ്റ് ആണ്. ദെൻ സെർച്ച് റിസൾട്ടിൻ്റെ നെയിമും കറക്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഓൾ ഫിൽറ്ററിങ് കറക്റ്റ് തന്നെയാണ്. സോ ക്വറീസ് ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു. ഇവിടെ പ്രൊഡക്ട്സ് തന്നെയാണ് പാസ് ചെയ്യുന്നത്, ക്വറിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സെർച്ച് ഡോട്ട് എച്ച് ടി എം എൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെർച്ച് ഡോട്ട് എച്ച് ടി എം എല്ലിലേക്ക് ഒന്ന് പോയി നോക്കാം. എച്ച് ടി എം എൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് കണ്ടന്റ് എൻ്റെ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് ടൈറ്റിൽ ഓക്കെ, ഡിവ്യൂ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഫോർ ലൂപ്പൊക്കെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈനാണ്. The included URL config module search app.urls from e-commerce search app URL subpy does not appears to have any patterns in it. Okay, URL patternsൽ എന്തോ ഇഷ്യൂ ആണ് കാണിക്കുന്നത്. സോ നമുക്കതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. സെർച്ച് ആപ്പ് സെർച്ച് തന്നെയല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ സെർച്ച് റിസൾട്ട് സെർച്ച് ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ യു ആർ എൽസിൽ സെർച്ച് എന്നാണ് നോക്കുക. സെർച്ച് ആപ്പ് ഡോട്ട് യു ആർ എൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പ് നെയിം സെയിം തന്നെയാണ്. യു ആർ എൽ പാറ്റേൺസിലാണ് ഇഷ്യൂ കാണിക്കുന്നത്. ഓക്കെ, കൊമേഴ്സിലെ സെർച്ച് ആപ്പിലെ യു ആർ എൽസ് ഡോട്ട് പി വൈയിലെ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. കൊമേഴ്സ് കണക്ഷൻസ് കറക്റ്റ് ആണ്. ഷോപ്പ് ഡോട്ട് യു ആർ എൽ ലോഡ് ചെയ്യാൻ ഇഷ്യൂ കാണിക്കേണ്ട ആവശ്യമില്ല. ഇൻക്ലൂഡ് ആപ്പിൻ്റെ നെയിം ഡോട്ട് യു ആർ എൽസ് കൊടുത്തിട്ടുണ്ട്. ദെൻ യു ആർ എൽസ് സെർച്ച് ആപ്പിൻ്റെ യു ആർ എൽസിൽ നമ്മളൊരു എം ടി പാത്ത് കൊടുത്തിട്ടുണ്ട്. വ്യൂസ് ഡോട്ട് സെർച്ച് റിസൾട്ട് സ്ലാഷ് നെയിം കൊടുത്തിട്ടുണ്ട്. സോ സെർച്ച് ആപ്പിൽ സെർച്ച് റിസൾട്ട് തന്നെയാണ് നാം കോപ്പി ചെയ്തത്, കറക്റ്റാണ്. സെർച്ച് ആപ്പ് നെയിമൊക്കെ കറക്റ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വേരിയബിൾ വിത്ത് വാലിഡ് പാറ്റേൺ ഓക്കെ, വാലിഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. യു ആർ എൽ പാറ്റേൺ ഓക്കെ, യു ആർ എൽ പാറ്റേൺ ആയിരുന്നു നമ്മൾ കൊടുത്തത്. യു ആർ എൽസ് പാറ്റേൺ ആയിരുന്നു. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ നെയിമിൻ്റെ ഇഷ്യൂ ഉണ്ട്. യു ആർ എൽ പാറ്റേൺസ് പോസ്റ്റ് ഒന്നുകൂടി ബ്രേക്ക് ചെയ്യാം, റൺ ചെയ്യാം. യു ആർ എൽ പാറ്റേൺസ് ആണ് ഇവിടെ കൊടുത്തത്. ഒരു അണ്ടർസ്കോറും കൂടെ കൊടുത്തെന്ന് തോന്നുന്നുണ്ടല്ലേ, അതാണ് ഇഷ്യൂ വന്നത്. ഓക്കെ, ഓക്കെ, കൊടുത്ത ഫംഗ്ഷൻ നെയിമിൽ ചെറിയൊരു ഇഷ്യൂ വന്നതാണ് പറ്റിയത്. ബാക്കിയല്ല നെയിം കറക്റ്റ് അല്ലേന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക, നമ്മുടെ മെയിൻ പേജ് ലോഡായിട്ട് വരും. സെർച്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നോ കാറ്റഗറി മാച്ചസ് വിത്ത് ഗിവൺ ക്വറി. സോ സി സ്ലഗ്
ഓക്കെ, നമ്മൾ പാത്ത് കറണ്ട് സെർച്ച് പാത്ത് എന്ന് പറഞ്ഞ സെർച്ചിലേക്കാണ് പോയത്. ഓക്കെ, സെർച്ച് ആപ്പ് ആക്കാം നമുക്കത്. സോ എങ്ങോട്ട് പോവാ? ഇ കൊമേഴ്സിൻ്റെ URLസിലേക്ക് പോവാ. സെർച്ച് അണ്ടർസ്കോർ ആപ്പ് എന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. ബ്രൗസറിൽ പോവാ, റിഫ്രഷ് ചെയ്യുക. ബാക്ക് സ്പേസ് അടിക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത സ്ഥലം കറക്റ്റ് അല്ലെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഈ സെർച്ചിൻ്റെ എവിടെയാണോ കൊടുത്തതിനൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. The current path search at match the last one. You are seeing the error debug equals to കൊടുക്കണം. Okay, no category matches the given query എന്നാണ് ഇഷ്യൂ വരുന്നത്. ഓക്കെ, നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. എറർ വരും, ബിക്കോസ് നമ്മൾ മാനുവലി ചെയ്യുന്നതല്ലേ. സോ അതിൻ്റെതായ ഇഷ്യൂസ് നമുക്ക് മസ്റ്റായിട്ടും വരണം. എന്നാലേ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ നമ്മൾ URLs കൊടുത്തത് കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ടായിരുന്നു പാത്തിൻ്റെ ഇഷ്യൂ വന്നത്. അത് നമ്മൾ കറക്റ്റ് ചെയ്തു. ദെൻ എന്താണ് എറർ വരാൻ ചാൻസസ് ഉണ്ട്. സോ nav.html എന്തെടുക്കുക, navbar.htmlക്ക് പോവുക. ദെൻ അതിൻ്റെ ഉള്ളിൽ ഫോമിൻ്റെ ഉള്ളിൽ ഓക്കെ URL കൊടുത്ത സ്ഥലം തെറ്റിപ്പോയോന്നത്. ടൈപ്പ് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്, മെത്തേഡ് ഗെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ സബ്മിറ്റ് കൊടുത്തത് ഇവിടെ തന്നെയാണ്. ഓക്കെ, ആ ഒരു ഐക്കണ് ഓക്കെയാണ്. ഫോം സബ്മിറ്റ് കൊടുക്കുമ്പോൾ സബ്മിറ്റ് ബട്ടൺ തന്നെയാണ് വരേണ്ടത്. ഓക്കെ, BTN ഔട്ട്ലൈൻ സെറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് സെർച്ച് കൊടുത്തിട്ടുണ്ട്, പ്ലേസ് ഓർഡർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെർച്ച് ആപ്പിൽ സെർച്ച് റിസൾട്ട് എന്ന് പറയുന്ന വ്യൂവിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. മെത്തേഡ് ഗെറ്റ് മെത്തേഡും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ നമുക്കവിടെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ. അതായത് URL നമുക്കത് ആ ഒരു പാസ് ചെയ്യുന്ന വാല്യൂ നമുക്കവിടെ കാണേണ്ടതാണ് കേട്ടോ. സോ അത് നമ്മുടെ ആ ഒരു നെയിം ഈക്വൽസ് Q എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുക്കുക. ഇതാ ക്വറി നമ്മൾ പാസ് ചെയ്തിട്ടില്ലല്ലോ. സോ നെയിം ഈക്വൽസ് എന്ന് കൊടുക്കുന്നുണ്ട്, Q എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. ഒന്നും കൂടി റണ്ണ് കൊടുക്കാം. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. ഓക്കെ, സെർച്ച് കൊടുക്കുന്നുണ്ട്. നോ കണ്ടന്റ്. ഓക്കെ, വെയിറ്റ്, നമ്മൾ കണ്ടന്റ് കൊടുത്തിട്ടില്ലല്ലോ. ഇതിൽ എന്തെങ്കിലും എറേസ് ആയിട്ടുണ്ടോ നോക്കാം. ഗെറ്റ് സെർച്ച് CSRF മിഡിൽ വെയർ, CSRF ടോക്കൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. CSRF ടോക്കൺ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നോട്ട് ഫൗണ്ട്, സെർച്ച് ആപ്പ് ഫൗണ്ട് ആവുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ views.py നമുക്ക് കാറ്റഗറി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് സെർച്ച് റെഡിയാക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, views.pyയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ products.objects.all അല്ലേ കൊടുത്തിരിക്കുന്നത്. സോ products ഈക്വൽസ് ഇൻ റിക്വസ്റ്റ് ക്വറി get.getQ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. products.objects.all മാറ്റിയിട്ട് നമുക്ക് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നെയിം, ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി ഇതിൽ ഏതെങ്കിലും നെയിം ആണ് വരുന്നുണ്ടെങ്കിൽ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിക്ക് കൊടുക്കാം. സോ ഇതിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. ഫിൽറ്റർ ഡബിൾ ഡോട്ട് ഉണ്ട്, ഒരെണ്ണം കൂടെ കളയാം. സോ ഫിൽറ്റർ Q ഓഫ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, നെയിം ഐ കണ്ടെയ്ൻസ് ക്വറി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഐ കണ്ടെയ്ൻസ് ഈക്വൽസ് എന്ത് കൊടുത്തിട്ടുണ്ട്, ക്വറി കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഒരു ഓറും കൂടി കൊടുക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറി നെയിമും കൂടി ആഡ് ചെയ്യാം. സോ Q ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കാറ്റഗറി അണ്ടർസ്കോർ നെയിം ഡബിൾ അണ്ടർസ്കോർ കൊടുക്കണം. ദെൻ ഐ കണ്ടെയ്ൻസ്, ബിക്കോസ് അതൊരു ഫോറിൻ കീ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഈക്വൽസ് എന്ത് കൊടുക്കുക, ക്വറി കൊടുക്കുക. സോ ഇത്രയും വാല്യൂസ് ഉണ്ടെങ്കിൽ, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. സോ ഡോട്ട് ഡിസ്റ്റിങ്ക്റ്റ്
ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. സോ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ട്സിക്ക് ലോഡ് ചെയ്യുന്ന കണ്ടീഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ കണ്ടെയ്ൻസ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ കണ്ടെയ്ൻസിനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടെയ്ൻസ് യൂസ് ചെയ്യാം. ഐ കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ കേസ് സെൻസിറ്റീവ് ആണ്. സോ സെർച്ച് കുറച്ചും കൂടി കേസ് സെൻസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, കണ്ടെയ്ൻസ് യൂസ് ചെയ്യുന്നത്. സോ അല്ലെങ്കിൽ ഐ കണ്ടെയ്നോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ദെൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി ഇതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ബ്രേക്ക് ചെയ്യുക, മസ്റ്റായിട്ടും ബ്രേക്ക് ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ റൺ ചെയ്ത് വരണം എന്നില്ല. സോ അത് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. റിഫ്രഷ് ചെയ്യുക, സെർച്ചിൽ എന്ത് ചെയ്യുക, കണ്ടന്റ് കൊടുക്കുക. സോ പേജ് നോട്ട് ഫൗണ്ട് ആണ് കാണിക്കുന്നത്, ബിക്കോസ് സി സ്ലഗ് പ്രൊഡക്ട്സ് ബൈ കാറ്റഗറി സ്ലഗ് അല്ല. The current path search app matches the okay. CSRF ടോക്കൺ എറർ വരുന്നുണ്ട്. നമുക്ക് സെർച്ച് ആപ്പ് മാത്രമായിട്ടൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, സെർച്ച് ആപ്പ് ലോഡ് ആവുന്നില്ല. ഓക്കെ, നമുക്കത് ഏത് HTML പേജിലേക്കാണ് റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് വ്യൂവിലൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. വ്യൂ ആണല്ലോ അല്ലേ, സെർച്ച് HTMLക്ക് നമ്മളൊരു പാത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ URLsക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പാത്തൊക്കെ. സെർച്ച് ആപ്പ് സെർച്ച് തന്നെ കോപ്പി ചെയ്യുക, ബ്രൗസറിൽ പോവുക, പേസ്റ്റ് ചെയ്യുന്നത്. സെർച്ച് ആപ്പ് പേജ് നോട്ട് ഫൗണ്ട് ആണ് കാണിക്കുന്നത്. shop.use.allprodcat ആണ് റേസ് ആവുന്നത്, ബട്ട് നമ്മൾ അതല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ പാത്തിൻ്റെ ഇഷ്യൂ കാണിക്കുന്നത്. കറണ്ട് പാത്ത് സെർച്ച് ആപ്പ് ആണ്. ലാസ്റ്റ് വൺ മാച്ച് ആവുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്, ബട്ട് ആക്ച്വലി ഇത് എന്തിൻ്റെ ഉള്ളിലാണ് വരുന്നത്, ഇ കൊമേഴ്സിൻ്റെ URLsലാണ് അത് ട്രൈ ചെയ്തിട്ട് ലൈക്ക് കോൾ ചെയ്ത് പോകേണ്ടത്. ബട്ട് സ്റ്റിൽ ഇതെങ്ങോട്ടാണ് പോകുന്നത്, അഡ്മിൻ്റെ ഉള്ളിൽ ഓൾ പ്രൊഡക്റ്റിൽ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമുക്കതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. സോ നമ്മൾ അപ്കമിങ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യും. സോ അതിന് മുമ്പത്തെ സ്റ്റെപ്പ് വരെയും ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പേജിൽ പേജിനേറ്റർ കറക്റ്റ് ചെയ്തിട്ടുണ്ടായി. ഇവിടെ പേജസ്, അതായത് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നുണ്ട്, അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ സെർച്ച് ആപ്പിൻ്റെ ക്വറീസ് വരെയും ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. search.html ക്രിയേറ്റ് ചെയ്യുക, വ്യൂ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഗ്രിഡ് സ്ട്രക്ചറൊക്കെ ജസ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് ഒന്ന് റെഫർ ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അത്രയും വരെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എറർ നമുക്ക് നെക്സ്റ്റ് ഡേ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങളെ ജിറ്റ് ഹബിൻ്റെ ID നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുവാണെങ്കിൽ എനിക്ക് പ്രൊജക്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്തിട്ട് ക്വറി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, സോ കറൻ്റ്ലി ഞാൻ ചേഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും ക്വറിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒപ്പം ചെയ്ത് പോകണമെങ്കിൽ, നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്യുന്നതിനേക്കാളും വേറെ നിങ്ങൾക്ക് ആ ക്വറി ഡയറക്റ്റ്ലി ചെക്ക് ചെയ്ത് നോക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. സോ നിങ്ങളുടെ ജിറ്റ് ഹബിൻ്റെ IDൻ്റെ എന്താണോ ID അതൊന്നും ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഞാൻ പ്രൊജക്റ്റ് ജിറ്റ് ഹബിൽ ഷെയർ ചെയ്തിടാം. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.